സ്റ്റുഡൻസ് SSLC ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിവിടെ യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് 1 ചാപ്റ്റർ 4 വണ്ടി എന്ന ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. മനു ഭണ്ഡാരി രചിച്ച ഒരു ഉപന്യാസത്തിന്റെ ഒരു ചെറിയൊരു അംശമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ഉപന്യാസത്തിന്റെ ചെറിയൊരു പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ലളിതമായ രീതിയിലുള്ള വാക്കുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ ആശയം എന്താണെന്നും ഇതിന്റെ അർത്ഥം എന്താണെന്നും ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മനു ഭണ്ഡാരി എഴുതിയ ഉപന്യാസത്തിന്റെ ഭാഗമാണിത്. ഇതാണ് മനു ഭണ്ഡാരി എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഈ ഒരു ഉപന്യാസത്തിന്റെ അംശത്തിലൂടെ മനു ഭണ്ഡാരി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മളുടെ ഇന്നത്തെ കാലത്ത് എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലാണ് അല്ലേ. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതത്തിൽ മാതാപിതാക്കളുടെ തിരക്കുകൾക്കിടയിൽ പെട്ടു പോകുന്ന അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്കിടയിൽ അവരുടെ ദാമ്പത്യത്തിൽ ഉണ്ടാവുന്ന വിള്ളലുകൾക്കിടയിൽ പെട്ടുപോകുന്ന കുഞ്ഞു മക്കളുടെ ജീവിതം, ആ ഒരു ജീവിതമാണ് ഈ ഒരു ഉപന്യാസത്തിലൂടെ മനു ഭണ്ഡാരി നമുക്ക് തുറന്ന് കാട്ടിത്തരുന്നത്. ഓക്കെ, ഒരു കൊച്ചു ബാലന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. മാതാപിതാക്കളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ജീവിതം എന്താണെന്ന് മനസ്സിലാവാതെ പോകുന്ന കുഞ്ഞുമക്കളുടെ കഥയാണ്. അല്ലെങ്കിൽ ആ ഒരു കഥ എന്ന് പറയണ്ട, നമുക്ക് ഇന്നത്തെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടുണ്ട് ഇതിനെ പറയാമൊക്കെ തുറന്ന് കാട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. പറഞ്ഞ ആ കൊച്ചു ബാലന്റെ പേര് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ബണ്ടി. ഓക്കെ, അതന്നെയാണ് ഉപന്യാസത്തിന്റെ അംശത്തിന് കൊടുത്തിരിക്കുന്ന ശീർഷകം എന്ന് പറയുന്നതും മനു ഭണ്ഡാരിയുടെ ഉപന്യാസത്തിന്റെ ഭാഗമാണ്. ഫസ്റ്റ് നോക്കാം. മമ്മി ഡ്രസ്സിംഗ് ടേബിൾ കെ സാമനെ ബൈഠി തയ്യാർ ഹോ രഹി ഹെ. മമ്മി ഡ്രസ്സിംഗ് ടേബിളിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തയ്യാറാവുകയാണ്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പിക്ചറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മമ്മി എന്താണ് ഡ്രസ്സിംഗ് ടേബിളിന്റെ മുന്നിൽ നിന്ന് തയ്യാറാവുകയാണ്, ഒരുങ്ങുകയാണ്, എവിടെയോ പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് അല്ലെ. ബണ്ടി പീച്ചെ ഘട ചുപ്ചാപ് ദേഖ് രഹാ ഹെ. ബണ്ടി എന്താണ് ചെയ്യുന്നത്? കൊച്ചുബാലൻ ഘട പീച്ചെ ഘട പിറകിൽ നിന്നുകൊണ്ട് ചുപ്ചാപ് ദേഖ് രഹാ ഹെ. ചുപ്ചാപ് എന്ന് പറഞ്ഞാല് മിണ്ടാതെ നോക്കുകയാണ്, അമ്മ എന്താ ചെയ്യുന്നതെന്ന് നോക്കുകയാണ് കുട്ടി. ഓക്കെ, मम्मी जब भी कॉलेज जाने के लिए तैयार होती है बंटी बड़े कौतूहल से देखता है. മമ്മി എപ്പോഴൊക്കെയാണ് കോളേജിൽ പോവാൻ വേണ്ടി തയ്യാറാവുന്നത് അപ്പോഴൊക്കെ ബണ്ടി എന്ത് ചെയ്യും? ബഡേ കൗതുകപൂർവ്വം അമ്മയെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അതായത് ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? മമ്മി കോളേജിലേക്കാണ് പോകുന്നത് അല്ലെ. ഓക്കെ, ദിവസവും പോവാറുണ്ടെന്ന് മനസ്സിലായി. जान तो वो आज तक नहीं पाया पर उसे हमेशा लगता है कि ड्रेसिंग टेबल की इन रंग बिरंगी शीर्षियों में ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഹമേഷ ലഗ്താ ഹെ കി എപ്പോഴും തോന്നാറുണ്ട്. ഹമേഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും. ഡ്രസ്സിംഗ് ടേബിൾ കി ഇൻ രംഗ് ബിരങ്കി. ഡ്രസ്സിംഗ് ടേബിളിന്റെ രംഗ് ബിരങ്കി എന്ന് പറഞ്ഞാൽ വർണ്ണശബളമായ. ശീഷിയോം എന്ന് പറഞ്ഞാൽ ആ മിററിന്റെ ഗ്ലാസ് ഉണ്ടല്ലോ, അതിനാണ് ശീഷിയോം എന്ന് പറയാ. ശീഷിയോമേം ചോട്ടി ബടി ടിപ്പിയോമേം. അതുപോലെ ആ മിററിന്റെ താഴത്തുള്ള ചോട്ടി ബടി ചെറുതും വലുതുമായ ടിപ്പിയോമേം ഡബ്ബകൾ ഉണ്ടാവില്ലേ, പാത്രങ്ങൾ ഉണ്ടാവില്ലേ, ചോട്ടി ബടി ടിപ്പിയോമേം. കോയി ജാദു ഹേ. എന്തോ ഒരു എന്താ പറയാ, ജാദു എന്ന് പറഞ്ഞാൽ എന്താണ്? മാജിക് ഉണ്ട്. ആ ഒരു പാത്രങ്ങളിൽ എന്തോ ഒരു മാജിക് ഉണ്ട് എന്നാണ് ബണ്ടി വിശ്വസിച്ചിരിക്കുന്നത്. ഓക്കെ, ഹേക്കി മമ്മി ഇൻ സബ്കോ ലഗാനെ കെ ബാദ് എക്ദം ബദൽ ജാതി ഹേ. എന്തുകൊണ്ട്? മമ്മി ഈ ആ ഡിബ്ബകളിൽ അല്ലെങ്കിൽ ആ പാത്രങ്ങളിലുള്ള സാധനം തേച്ചതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? അതൊക്കെ ഇട്ട് ഒരുങ്ങി കഴിഞ്ഞാല് എക്ദം എന്താണ് സംഭവിക്കുന്നത്? പൂർണ്ണമായും ബദൽ ജാതി ഹെ മാറിപ്പോകുന്നതായിട്ടാണ് ആർക്ക് തോന്നുന്നത്? ബണ്ടിക്ക് തോന്നുന്നത്. ഓക്കെ, അതായത് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഒരുങ്ങിക്കഴിഞ്ഞാല് മമ്മി കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നു എന്നാണ് ബണ്ടി പറയുന്നത്. കംസെ കം ബണ്ടിക്കോ ഐസാ ഹി ലഗ്താ ഹെ കി ഉസ്കി മമ്മി അബ് ഉസ്കി നഹി രഹി. കംസെ കം ബണ്ടിക്ക് തോന്നുന്നു എന്ത്? ഐസാഹി ലഗ്താ ഹെ കി ഉസ്കി മമ്മി അവന്റെ മമ്മി അബ് ഉസ്കി നഹി ഹെ അവൻ്റെതല്ലാന്ന് തോന്നുമായിരുന്നു ഈ ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം. കോയി ഓർ ഹി ഹോ ഗയി വേറെ ആരോ ആയി മാറി പോകുന്നു എന്നാണ് ബണ്ടി പറയുന്നത്. പൂരി തരഹ് തയ്യാർ ഹോക്കർ ഹാത്ത് മേ
പേഴ്സ് ലേക്കർ മമ്മീനെ കഹ, പൂർണ്ണമായി തയ്യാറായതിനു ശേഷം ഹാത്ത് എന്താണ് കൈ അല്ലെ, കയ്യില് പേഴ്സ് പിടിച്ചിട്ട് മമ്മി പറഞ്ഞു, ബണ്ടിയോട് പറയുകയാണ് മമ്മി, ദേഖോ ബേട്ടെ, നോക്കൂ മോനെ, ധൂപ് മേ ബാഹർ നഹി നികൽന ഹേ, എന്താ പറഞ്ഞത്, ധൂപ്പ് എന്ന് പറഞ്ഞാല് വെയിലില് ബാഹർ പുറത്തിറങ്ങരുതെന്ന് പറയുകയാണ് മമ്മി. ഫിർ ഫൂഫി കോ ആദേശ് ദിയ, പിന്നെ ഫൂഫി എന്ന് പറഞ്ഞാല് അമ്മായിക്ക് ആദേശ് എന്ന് പറഞ്ഞാല് നിർദ്ദേശം കൊടുക്കുകയാണ്. അമ്മായി അല്ലെങ്കിൽ അവിടെ ജോലിക്ക് നിൽക്കുന്ന ആളെന്ന് പറയാം. ഓക്കെ, ബണ്ടി ചോ ഖായെ വഹി ബനാന, ബണ്ടി എന്താണ് കഴിക്കുന്നത് അത് ഉണ്ടാക്കി കൊടുക്കുക. എക്ദം ബണ്ടിക്ക് മർസി കാ ഖാന സമച്ചി, പൂർണ്ണമായും ബണ്ടിയുടെ മർസി എന്ന് പറഞ്ഞാൽ എന്താണ്, താല്പര്യം. ബണ്ടി എന്താണോ പറയുന്നത് അത് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് മമ്മി ഫൂഫിയോട്, അതായത് അമ്മായിയോട് പറയുന്നത്. ഓക്കെ, ചലനെ സെ പഹലെ മമ്മീനെ ഉസ്കാ ഖാൽ ദബ്ദബായ, പോകുന്നതിന് മുന്നേ മമ്മി എന്ത് ചെയ്തു, ബണ്ടിയുടെ കാൽ എന്ന് പറഞ്ഞാല് കവിള്, ചീക്സ് ദബ്ദബായ, ഇങ്ങനെ പിടിച്ചമർത്തില്ലേ, നമ്മൾ കുട്ടികളെ ഇങ്ങനെ താലോലിക്കില്ലേ, അങ്ങനെ ചെയ്തു. ബാലോമ്മയും ഉംഖലിയും ഫസാക്കർ ബഡേ പ്യാർ സെ ബാൽ ചിച്ചോട് ദിയ, എന്താണ് ചെയ്തത്, ബാലോമ്മയും, ബാലെന്ന് പറഞ്ഞാല് മുടി അല്ലെ, മുടിയില് ഉംഖലിയോ വിരലുകൾ, ഫസാക്കർ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്തു, വിരലുകൾ ഓടിച്ചുകൊണ്ട് ബഡേ പ്യാർസെ വളരെ സ്നേഹത്തോടു കൂടി ബാൽ ചിച്ചോട് ദിയ, മുടി ഇങ്ങനെ നേരെയാക്കി കൊടുത്തു. അതായത് ആ മോനെ അമ്മ തലോടി പോകുന്നതിന് മുന്നേ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണല്ലേ അത്. പർ ബണ്ടി ജൈസെ ബുദ്ധ് ബന ഘടാരഹ, പക്ഷെ ബണ്ടി എന്താണ്, ബുദ്ധ് എന്ന് പറഞ്ഞാൽ പ്രതിമ പോലെ നിൽക്കുകയാണ്, ഘടാരഹ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നു. ബാഹ് പക്കഡ്കർ ചൂലാ നഹി, കൈ പിടിച്ചുകൊണ്ട്, ബാഹ് പക്കഡ്കർ ജൂലാ നഹി, കൈ പിടിച്ചുകൊണ്ട്, ജൂല എന്ന് പറഞ്ഞാൽ ആടിയില്ല, ബാഹ് എന്ന് പറഞ്ഞാൽ കൈയാണ്. ഓക്കെ, കുട്ടികൾ എന്താ ചെയ്യുക, മാതാപിതാക്കൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ കൈ പിടിച്ച് ഇങ്ങനെ വലിക്കില്ലേ, അങ്ങനെയൊന്നും ചെയ്തില്ല ബണ്ടി. കിസി ചീസ് കി ഫർമായിഷ് നഹി, എന്തെങ്കിലും, ചീസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനം വേണമെന്ന്, ഫർമായിഷ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം പ്രകടിപ്പിച്ചില്ല, പറഞ്ഞില്ല, ഓർഡർ കൊടുത്തില്ല. ഓക്കെ, കുട്ടികൾ എവിടെയെങ്കിലും മാതാപിതാക്കൾ പുറത്ത് പോകുമ്പോൾ എനിക്ക് അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം എന്ന് പറയാറില്ലേ, അങ്ങനെയൊന്നും ബണ്ടി പറഞ്ഞില്ല. മമ്മി നെ ഖീഞ്ച് കർ ഉസെ അപ്നെ പാസ് സഡാലിയ, മമ്മി ഖീഞ്ച് കർ എന്ന് പറഞ്ഞാൽ വലിച്ച്, ഉസെ അപ്നെ പാസ് തന്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു. പർ എക്ദം ചിപ്കർ പി ബണ്ടി കോ ലഗ ജൈസെ മമ്മി ഉസെ ബഹുത് ദൂർ ഹെ, അത്ര കൂട്ടിപ്പിടിച്ചിട്ടും, ഓക്കെ, ചിപ്കർ എന്ന് പറഞ്ഞാൽ കൂട്ടിപ്പിടിച്ചിട്ടും, ബണ്ടിക്കോ ലഗ, ബണ്ടിക്ക് തോന്നി, ജൈസെ മമ്മി ഉസെ ബഹുത് ദൂർ ഹെ, മമ്മി അവനിൽ നിന്ന് വളരെ ദൂരെയാണെന്ന് തോന്നി. ഓ ഫിർ വേ സച്മുച്ച് ഹി ദൂർ ഹോ ഗയി, ശരിക്കും സച്മുച്ച് എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും ദൂരെയായി എന്ന് തോന്നി. ഉൻകി ചപ്പൽ കി ഗഡ് ഗഡ് ജബ് ബരാമദേ കി സീഡിയോं पर पहुंची तो बंडी कमरे के दरवाजे पर आकर गड़ा हो गया. ഉൻകി ചപ്പൽ കി, മമ്മിയുടെ ചെരുപ്പിന്റെ, ഗഡ്ഗഡ് ചെരുപ്പിന്റെ ശബ്ദമാണ് ഗഡ്ഗഡ് എന്ന് പറയുന്നത്. ജബ് വരാമതേക്ക് സീഡിയോ, വരാന്തയുടെ സീഡി എന്ന് പറഞ്ഞാല് സ്റ്റെപ്പുകളില് അല്ലെങ്കിൽ പടികളില് എത്തിയപ്പോൾ, ബണ്ടി കമരയ്ക്ക് ദർവാസെ പർ, ബണ്ടി കമര എന്ന് പറഞ്ഞാൽ റൂം, മുറി, റൂമിന്റെ ദർവാസെ പർ, വാതിലിന്റെ അടുത്ത് വന്ന് നിന്നു. മമ്മി പോകുന്നത് നോക്കുകയാണ് ബണ്ടി. और मम्मी जब फाटक खोलकर सड़क पार करके घर के ठीक सामने बने कॉलेज में घुसी. മമ്മി എന്ത് ചെയ്തു, ഫാടക് ഗോൽക്കർ, ഫാടക് എന്ന് പറഞ്ഞാൽ ഗേറ്റ് തുറന്നിട്ട്, സടക് റോഡ് മുറിച്ച് കടന്ന്, വീടിന്റെ റോഡ് മുറിച്ച് കടന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി, വീടിന്റെ മുന്നിൽ, സാമനെ ബനെ മുന്നിൽ ഉള്ള കോളേജിലേക്ക് മേം ഘുസി പോയി. ഓക്കെ, तो बंडी ദൗഡ്കർ അപ്നെ ഘർ കെ ഫാടക് പർ ഖടാ ഹോ ഗയ, അപ്പൊ വണ്ടി എന്ത് ചെയ്തു, ഓടിപ്പോയി, ദൗഡ്ന എന്ന് പറഞ്ഞാൽ ഓടുക അല്ലെ, ഓടിപ്പോയി വീടിന്റെ ഗേറ്റിനടുത്ത് പോയി നിന്നു. ഫാടക് ഗേറ്റ്. ഓക്കെ, സിർഫ് ദൂർ ജാതി ഹുയി മമ്മി കോ ദേഖ്നെ കെ ലിയെ, എന്തിനെ, ദൂരെ പോകുന്ന മമ്മിയെ നോക്കാൻ വേണ്ടി. വോ ജാൻതാ ഹേ, അവൻ അറിയാമായിരുന്നു, മമ്മി അബ് പീछे മുട്കർ നഹി ദേഖേഗി, മമ്മിയെ ബാക്കോട്ട് തിരിഞ്ഞു നോക്കില്ല എന്ന് അവൻ അറിയാമായിരുന്നു. നപ്പേ തുലെ കദം രക്തി ഹുയി സീധി ചൽത്തി ചലി ജായേങ്കി, അളന്ന്, നപ്പേ തുലെ എന്ന് പറഞ്ഞാൽ അളന്ന് മുറിച്ച പോലെ, കദം രക്തി സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ട് മമ്മി നേരെ പോകുമെന്ന്, സീധി എന്ന് പറഞ്ഞാൽ നേരെ പോകുമെന്ന് പണ്ടിക്ക് അറിയാമായിരുന്നു. അതായത് മമ്മി പോകുമ്പോൾ തിരിഞ്ഞു നോക്കില്ല, ഒരു ഉറച്ച തീരുമാനത്തോടെ പോവുകയാണ് മമ്മി.
ജൈസെ ഹി അപ്നെ കമരയ്ക്ക് സാമനെ പഹുഞ്ചേഗി, അവൻ മുറിയുടെ മുന്നിലെത്തി കഴിഞ്ഞാൽ ചപ്പരാസി സലാം ടോക്താ ഹുവ ദൗഡേഗ ഔർ ചിപ്പ് ഉഡായേഗ. അവന് കാണുമായിരുന്നു, അവന് വീട്ടിലെ റൂമിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണുമായിരുന്നു കോളേജിൽ കയറുന്നതും എന്തൊക്കെയാണ് നടക്കുന്നതെന്നും. ഓക്കെ, അപ്പൊ എന്താണ് ചപ്രാസി എന്ന് പറഞ്ഞാൽ പ്യൂണ്. സലാം ടോക്ത, സലാം നമസ്തേ പറയുമായിരുന്നു, എന്നിട്ട് ഓടിപ്പോകുമായിരുന്നു. ഓക്കെ, മമ്മി അന്ധർ ഘുസേഗി, മമ്മി ഉള്ളിൽ കയറും. और एक बड़ी सी मेज के पीछे रखी कुर्सी पर बैठ जाएगी. ഒരു വലിയ മേസ് എന്ന് പറഞ്ഞാൽ മേശ, മേശയുടെ പീച്ചെ രഖി ബാക്കിലുള്ള കുർസി കസേരയിൽ ഇരിക്കും. എന്നിട്ടോ മേസ് പർ ധേർ സാരി ചിട്ടിയോം ഹോഗി, ആ മേശയുടെ മുകളിൽ എന്തുണ്ടാവും? ഒരുപാട് ചിട്ടിയോം. ചിട്ടിയോം എന്ന് പറഞ്ഞാൽ കത്തുകൾ വന്നിട്ടുണ്ടാവും, ലെറ്റർ വന്നിട്ടുണ്ടാവും. പിന്നെ അതുപോലെ മേശയുടെ മുകളിൽ ഫയലുകളും ഉണ്ടാകുമായിരുന്നു. ഉസ് സമയം തക് മമ്മി എക്ദം ബദൽ ചുക്കി ഹോഗി, ആ സമയം കൊണ്ട് മമ്മി എക്ദം പൂർണ്ണമായും ബദൽ ചുക്കി ഹോഗി മാറിയിട്ടുണ്ടാകും. കംസെ കം ബണ്ടിക്കോ ഉസ് കുർസി പർ ബൈഠി മമ്മി കബി അച്ചി നഹി ലഗി, പക്ഷെ ബണ്ടിക്ക് എന്താണ് ആ കസേരയിൽ ഇരിക്കുന്ന മമ്മിയെ ഇഷ്ടമല്ലായിരുന്നു. പഹലെ ജബ് കബി ഉസ്കി ചുട്ടി ഹോത്തി ഓർ മമ്മി की नहीं होती, ആദ്യം പഹലെ എന്ന് പറഞ്ഞാൽ ആദ്യം ബണ്ടിക്ക് ചുട്ടി ലീവ് ഉണ്ടാവുന്ന സമയത്ത് ആ ടൈമിൽ മമ്മിക്ക് ലീവ് ഉണ്ടാവാറില്ലായിരുന്നു. മമ്മി ഉസെ भी अपने साथ कॉलेज ले जाया करती थी, മമ്മി അവനെയും മമ്മിയുടെ കൂടെ കോളേജിലേക്ക് കൂട്ടുമായിരുന്നു. ചപ്രാസി ഉസെ देखते ही गोद में उड़ाने लगता तो, ചപ്രാസി പ്യൂണ് വണ്ടിയെ കാണുമ്പോൾ തന്നെ ഗോതുമേൽ എടുത്തു പൊക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. वो हाथ झटक देता है, അപ്പോൾ അവൻ എന്ത് ചെയ്യുമായിരുന്നു? കൈ പിടിച്ചു മാറ്റുമായിരുന്നു, അതായത് എടുക്കാൻ വിടില്ലായിരുന്നു, തട്ടി മാറ്റുമായിരുന്നു. ഓക്കെ, പിന്നെയോ മേ ഉഡാനെ ലഗ്താ വോ ഹാത്ത് ജടക് ദേത്താ ഹെ, കൈ തട്ടി മാറ്റുമായിരുന്നു. മമ്മിക്ക് കമരയ്ക്ക് എക് കോനേമേ, മമ്മിയുടെ റൂമിന്റെ ഒരു മൂലയിലെ, കോന എന്ന് പറഞ്ഞാല് മൂലയിലെ, കോർണറില്. ഉസ്കെ ലിയെ എക് ചോട്ടി സി മേസ് കുർസി ലഗ്വാ ദി ജാത്തി, അവന് വേണ്ടി ബണ്ടിക്ക് വേണ്ടി ഒരു ചെറിയ മേശയും കസേരയും വെക്കുമായിരുന്നു. ജിസ് പർ ബൈഠ്കർ വോ ടാങ്ക് ബനായ കർത്ത, ഡ്രോയിങ് ബനായ കർത്ത, അതിന്റെ മുകളിൽ ഇരുന്നിട്ട് എന്തെങ്കിലും വരക്കുമായിരുന്നു. ആര്? നമ്മുടെ ബണ്ടി. കമരേമേം കോയി ഭി ഗുസ്താത്തോ, കമരയിലെ ആ റൂമിലേക്ക് ആരെങ്കിലും വന്നാൽ എക് ബാർ ഹസി ലപേട്കർ ആങ്കോ ഹി ആങ്കോ മേ ജറൂർ ഉസേ ദുൽരോ ദേത്ത, എന്താ പറയുന്നത്? ആരെങ്കിലും ആ മുറിയിലേക്ക് വന്നു കഴിഞ്ഞാല് ചിരിച്ചുകൊണ്ട്, ഹസി എന്ന് പറഞ്ഞാല് ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു? കണ്ണുകൾ കൊണ്ട് അവനെ തീർച്ചയായും, ജരൂർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും താലോലിക്കുമായിരുന്നു. നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കലില്ലേ കുറച്ച് കുട്ടികളെ കാണുമ്പോൾ, അതാണ് പറയുന്നത്. ആങ്കോ ഹി ആങ്കോ മേ ജറൂർ ഉസേ ദുലാര ദേത്ത, കണ്ണുകൾ കൊണ്ട് അവനെ തീർച്ചയായും സന്തോഷിപ്പിക്കുമായിരുന്നു. തബ്വോ മമ്മിക്ക് ഓർ ദേത്ത, അപ്പോൾ അവൻ മമ്മിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്താണ്? ഉസ് കുർസി പർ ബൈഠ്കർ മമ്മി കാ ചെഹര അജീബ് തരഹ് സെ സക്ത് ഹോ ജാത്ത കർത്താ ഹെ, ആ കസേരയിൽ ഇരിക്കുമ്പോൾ മമ്മിയുടെ ചെഹര, മുഖം, അജീബ് എങ്ങനെയാണ്? വളരെ വിചിത്രമായി അല്ലെങ്കിൽ മോശമായ രീതിയിൽ, സക്ത് ഹോ ജാത്ത ഹെ കഠിനമായി മാറുമായിരുന്നു, കടുത്തതായി മാറുമായിരുന്നു. അതായത് വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ തൻ്റെ ഇടത്തോടെ ഇരിക്കുന്ന മമ്മിയാണ് കസേരയിൽ ഉണ്ടാവുക. ഓക്കെ, വളരെ ദേഷ്യം പോലെ അല്ലെങ്കിൽ വണ്ടിക്ക് കാണുമ്പോൾ ഭയങ്കര കടുത്ത ഒരു മുഖമായിട്ടാണ് മമ്മിയുടേത് തോന്നുക ആ കസേരയിൽ ഇരിക്കുമ്പോൾ. ഓക്കെ, മാനോ അപ്നെ അസ്ലി ചെഹരെ പർ കോയി ദൂസര ചെഹര ലഗാ ലിയാ ഹോ, വണ്ടിക്ക് എന്താണ് തോന്നല്? മമ്മിയുടെ അസ്ലി ചെഹര, ശരിയായ മുഖത്തിന്റെ മുകളിൽ ദൂസര ചെഹര, വേറൊരു മുഖം വെച്ചതുപോലെയാണ് വണ്ടിക്ക് തോന്നുക. മമ്മിക്ക് പാസ് ജറൂർ ഏക് ഓർ ചെഹ്റ ഹെ, മമ്മിയുടെ അടുത്ത് തീർച്ചയായും ഒരു മുഖം കൂടി ഉണ്ട്. ചെഹ്റ ഹി നഹി ആവാസ് ബി കൈസി സക്ത് ഹോ ജാത്തി ഹെ, മുഖം മാത്രമല്ല ആവാസ്, മമ്മിയുടെ ശബ്ദവും സക്ത് ഹോ ജാത്തി ഹെ കഠിനമായി മാറുന്നു ആ കുർസിയിൽ ഇരിക്കുമ്പോൾ എന്നാണ് വണ്ടി പറയുന്നത്. ബോൾത്തി ഹെ തോ ലഗ്താ ഹെ ജൈസെ ടാൻ രഹി ഹെ,
സംസാരിക്കുമ്പോൾ എന്താണ് തോന്നുക? ടാൻ രഹി ഹെ, വഴക്ക് പറയുന്ന പോലെ അല്ലെങ്കിൽ ശകാരിക്കുന്ന പോലെയാണ് മമ്മിയുടെ സംസാരം ബണ്ടിക്ക് ആ കസേരയിൽ ഇരിക്കുമ്പോൾ തോന്നുന്നത്. ബണ്ടിക്കോ മമ്മി ബഹുത് ഹി കം ഡാൻതി ഹെ, ബണ്ടിയെ മമ്മി വളരെ കുറവേ ശകാരിക്കാറുള്ളൂ. ബസ് പ്യാർ കർത്തി ഹെ, എപ്പോഴും സ്നേഹിക്കലാണ്. ഇസ്ലിയെ യോ സഖ്ത് ചെഹര ഡാൻതി പ്രിൻസിപ്പൽ കി കുർസി പർ ബൈठी മമ്മി ഉസെ കബി അച്ചി നഹി ലഗ്തി, അതുകൊണ്ട് തന്നെ ഇങ്ങനെ കഠിനമായ മുഖമുള്ള ശകാരിക്കുന്ന പ്രിൻസിപ്പളിന്റെ കസേരയിൽ ഇരിക്കുന്ന മമ്മിയെ അവന് ഇഷ്ടമല്ലായിരുന്നു, ബണ്ടിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ബണ്ടിയുടെ മമ്മി ആ കോളേജിലെ പ്രിൻസിപ്പളാണ് അല്ലെ, അതുകൊണ്ടാണ് അങ്ങനെ സക്തായിട്ടുള്ള ചെഹരയായിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, वहाँ उसके और मम्मी के बीच में बहुत सारी चीज़ें आ जाती है, അവിടെ അവൻ്റെയും മമ്മിയുടെയും ഇടയിലേക്ക് ഒരുപാട് സാധനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. പ്രിൻസിപ്പളിൻ്റെ ഓഫീസല്ലേ. ഓക്കെ, മമ്മി കാ നക്കലി ചെഹര കോളേജ് കി ബഡി സി ബിൽഡിംഗ്, മമ്മിയുടെ നക്കലി ചെഹര എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് മുഖം എന്ന് പറയാം. ഓക്കെ, കോളേജ്, അതുപോലെ തന്നെ കോളേജ് കി ബഡി സി ബിൽഡിംഗ്, കോളേജിൻ്റെ വലിയ വലിയ ബിൽഡിംഗ്. കോളേജ് കി ഡേർ സാരി ലഡ്കിയാ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ. കോളേജ് കെ ഡേർ സാരി കാം, കോളേജിലെ ഒരുപാട്, കാം എന്ന് പറഞ്ഞാൽ വർക്ക്. ദോടി ദോടി ദേർമേ ബജ്നെ വാലെ ഗണ്ടി, ഇടയ്ക്കിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഗണ്ഡെ. ഗണ്ഡെ എന്ന് പറഞ്ഞാൽ ബെൽ. ഗണ്ട ബജ്നെ പർ ഹോനെ വാലി ഹൽച്ചൽ, ബെല്ലടിക്കുമ്പോൾ ഉണ്ടാവുന്ന ബഹളം. ഹൽച്ചൽ എന്ന് പറഞ്ഞാൽ ബഹളം. ഇൻ സബ്കെ ഏക് സിറെ പർ വോ രഹ്താ ഹെ ചുപ്ചാപ്പ്, ഇതിൻ്റെ എല്ലാം ഇടയിൽ ഒരു കോനയിൽ ഇരിക്കുകയാണ് ആര്? നമ്മുടെ ചുപ്ചാപ്പ്, മിണ്ടാതെ ഇരിക്കുകയാണ്. സഹ്മാസ എന്ന് പറഞ്ഞാൽ കൂനിക്കൂടി ഇരിക്കുന്നു. ദൂസരെ പർ മമ്മി രഹ്തി ഹെ, അതിൻ്റെ തൊട്ടടുത്ത് ആരും ഇരിക്കുന്നുണ്ട്? മമ്മിയും ഇരിക്കുന്നുണ്ട്. അതായത് ഈ ബഹളങ്ങൾക്കിടയിലും ബണ്ടി ചുപ്ചാപ്പ് ഒരു കൂനയിൽ അല്ലെങ്കിൽ ഒരു കോർണറിൽ ഇരിക്കുകയാണ് ബണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? കിസ്കോ ആദേശ് ദേത്തി ഹുയി, കിസി കെ സാത്ത് സലാഹ് മഷാവറ കർത്തി ഹുയി, ചില ആൾക്കാർക്ക് മമ്മി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ആദേശം എന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങൾ. ഓക്കെ, കിസി കെ സാത്ത് സലാഹ് മഷവറ കർത്തി ഹുയി, ചില ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുന്നു. ഓക്കെ, കിസി കോ ടാൻതി ഹുയി, ചില ആൾക്കാരെ ശകാരിക്കുന്നു. और इसलिए उसने കോളേജ് ജാന ചോട് ദിയ, അതുകൊണ്ട് തന്നെ ബണ്ടി പിന്നെ കോളേജിൽ പോകുന്നത്, മമ്മിയുടെ കൂടെ പോകുന്നത് നിർത്തി, മതിയാക്കി. ഓക്കെ, ഗർമേ ചാഹേ വോ അകേല രഹേ, വീട്ടിലവൻ ഒറ്റക്കാണെങ്കിലും पर वहाँ नहीं जाता, കോളേജിൽ പോവില്ലായിരുന്നു. वहाँ किसके पास जाए, അവിടെ ആരെടുത്താണ് പോവേണ്ടത്? മമ്മി തോ വഹാം രഹ്തി നഹി, മമ്മി അവിടെ ഇല്ലല്ലോ. രഹ്തി ഹെ ബസ് ഏക് പ്രിൻസിപ്പൾ, അവിടെ ആരാണുള്ളത്? ഒരു പ്രിൻസിപ്പൾ ആണുള്ളത്. ജിൻകെ ചാരോമോ ബഹുത് സാരെ കാം, അവർക്ക് ചുറ്റും ഒരുപാട് വർക്ക് ഉണ്ട്. ബഹുത് സാരെ ലോഗ് രഹ്തേ ഹെ, ഒരുപാട് ആൾക്കാരുണ്ട്. നഹി രഹ്താ ഹെ തോ കേവൽ ബണ്ടി, ആരാണ് അവിടെ ഇല്ലാത്തത്? അവിടെ ഇല്ലാത്തത് ആകെ നമ്മുടെ ബണ്ടി മാത്രമാണ്. ബണ്ടി വീട്ടിലല്ലേ ഉള്ളത്, ബണ്ടി പിന്നെ കോളേജിൽ പോവാറില്ല. അവിടെ പോയാൽ അവനക്ക് അവൻ്റെ മമ്മിയെ അല്ല കാണാൻ പറ്റുന്നത്, പ്രിൻസിപ്പലിനെയാണ് കാണാൻ പറ്റുന്നത് എന്നാണ് ബണ്ടി പറയുന്നത്. ഇത്രയാണ് ബണ്ടി എന്ന് പറയുന്ന ഉപന്യാസത്തിന്റെ അംശം. മനു ഭണ്ഡാരി എഴുതിയ ഉപന്യാസത്തിന്റെ അംശത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആശയം നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ മാതാപിതാക്കൾക്കും എന്താണ്? തിരക്കാണ്. ആർക്കും ഒന്നിനും സമയമില്ല. കുട്ടികളുടെ കൂടെ ചെലവഴിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ മാതാപിതാക്കൾക്ക് സമയമില്ല. സമയമുള്ളവരുണ്ട്, എന്നാലും അധികം കുഞ്ഞുമക്കളുടെയും അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല. അവർക്ക് മാതാപിതാക്കളെ സ്നേഹം കിട്ടുന്നില്ല അല്ലെ. അതുപോലെ അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് നമുക്കിവിടെ മനു ഭണ്ഡാരി അവതരിപ്പിച്ച് തന്നത്, ബണ്ടി എന്ന കൊച്ചു പയ്യന്റെ കഥയിലൂടെ. ഓക്കെ, ബണ്ടിക്ക് ആ കുർസിയിൽ ഇരിക്കുന്ന അമ്മയെ ഇഷ്ടമല്ല. അതായത് പ്രിൻസിപ്പളാണ്, കോളേജിലെ പ്രിൻസിപ്പളാണ് മമ്മി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മമ്മി കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പലിന്റെ സ്വഭാവമായിരിക്കും കാണിക്കുക. അതായത് വളരെ കടുത്ത രീതിയിലുള്ള ഒരു മുഖവും, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രിൻസിപ്പലിന് പരിഹരിക്കാനുണ്ടാവും അല്ലെ. ഒരുപാട് വർക്കുകൾ ഉണ്ടാവും. അതൊന്നും ബണ്ടിക്ക് മനസ്സിലാവുന്നില്ല. ബണ്ടിക്ക് ബണ്ടിയുടെ വീട്ടിൽ ഉണ്ടാവുന്ന മമ്മിയെ മാത്രമേ അറിയൂ, സ്നേഹിക്കുന്ന മമ്മിയെ മാത്രമേ അറിയൂ അല്ലെ. അതുകൊണ്ട് തന്നെ ബണ്ടിക്ക് ആ കസേരയിൽ ഇരിക്കുന്ന മമ്മിയെ ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഇന്നത്തെ കാലത്തെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ ആശയം നന്നായി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ കാലത്തെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി എങ്ങനെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.